ഹായ് ഫ്രണ്ട്സ്, PSC ക്വിക്ക് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2020 ജൂണിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. ഇതുപോലെ കറണ്ട് അഫയേഴ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റും മറ്റ് ക്ലാസ്സസും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Who has been appointed as the chairman of the Kerala State Commission for Protection of Child Rights? കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായത് KV മനോജ് കുമാറാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ. Who has been appointed as the chairman of the Kerala Shipping and Inland Navigation Corporation? കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് ആണ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ പുതിയ ചെയർമാൻ. Who has been appointed as the new managing director of KSRTC? KSRTCയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ ആണ് KSRTCയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ. ഇത് അദ്ദേഹത്തിന് അഡീഷണൽ ചാർജാണ്. അദ്ദേഹം സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയാണ്. Who is the winner of P. Kesavadev Literary Award 2020? 2020 P. Kesavadev സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഫിലിം ക്രിട്ടിക്കായ വിജയകൃഷ്ണനാണ് 2020 P. കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ P. കേശവദേവ് ഡയബ് സ്ക്രീൻ കേരള അവാർഡ് ലഭിച്ചത് ഡോക്ടർ അരുൺ B. നായറിനാണ്. The Malayali footballer who has been recommended by the AIFF for the prestigious Padmasri Award. AIFF അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പത്മശ്രീ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്ത മലയാളി ഫുട്ബോളർ IM വിജയനെയാണ് AIFF പത്മശ്രീ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്തത്. പത്മശ്രീ അവാർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ 4th ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. The debate series on new concepts and development models launched by the Kerala government during the COVID-19 pandemic. COVID-19 പശ്ചാത്തലത്തിൽ പുതിയ ആശയങ്ങളും വികസന മാതൃകകളും ആരായുന്ന കേരള സർക്കാരിന്റെ തുടർ സംവാദ പരിപാടി കേരള ഡയലോഗ് എന്നാണ് ഈ ഡിബേറ്റ് സീരീസ് അറിയപ്പെടുന്നത്. The online education program to address the low education standards among the school-going children in the fisherfolk communities in Kerala. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കായി ആരംഭിച്ച ഓൺലൈൻ പഠന പദ്ധതി പ്രതിഭ തീരം എന്നാണ് ഈ ഓൺലൈൻ പഠന പദ്ധതിയുടെ പേര്. The rehabilitation scheme for the victims of the പുത്തുമല landslip in വയനാട്. വയനാട് ജില്ലയിലെ പുത്തുമലയിൽ ഉരുൾപൊട്ടലിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതി ഹർഷം എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. അതായത് ഹാപ്പിനെസ് ആൻഡ് റെസിലിയൻസ് ഷെയർഡ് അക്രോസ് മേപ്പാടി എന്നതിന്റെ ചുരുക്കമാണ് ഹർഷം. Who has been appointed as the chairman of National Institute of Public Finance and Policy? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസിയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണറായ ഉർജിത് പട്ടേലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസിയുടെ പുതിയ ചെയർമാൻ. Who has been appointed as India's new ambassador to World Trade Organization, that is WTO? WTO-യിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസഡറായി നിയമിതനായത് ബ്രജേന്ദ്ര നവ്നീത് ആണ് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസഡർ. Which Indian has been appointed as senior advisor to the executive director? വേൾഡ് ബാങ്ക്. ലോക ബാങ്കിന്റെ സീനിയർ അഡ്വൈസർ ടു ദി എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ രാജീവ് ടോപ്നോ ആണ് ലോക ബാങ്കിന്റെ സീനിയർ അഡ്വൈസർ ടു ദി എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത്. Who has won the 2020 Commonwealth Short Story Prize? 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത് ആര്? ജാർഖണ്ഡിൽ നിന്നുള്ള കൃതിക പാണ്ഡെയ്ക്കാണ് 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം ലഭിച്ചത്. കൃതിക പാണ്ഡെയുടെ ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക്സ് എന്ന ഷോർട്ട് സ്റ്റോറിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്.
Which Indian has become the youngest to be included in the ICC's Elite Panel of Umpires? ICC Elite Panel of Umpiresലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ. നിതിൻ മേനോനാണ് ICC Elite Panel of Umpiresലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ. The best performing states under the National TB Elimination Program, that is NTEP, in the year 2019. 2019 നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാമിൽ മികച്ച സംസ്ഥാനങ്ങൾ. ഇപ്പോൾ ഇന്ത്യ TB റിപ്പോർട്ട് 2020 അനുസരിച്ച് 2019 നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാമിൽ മികച്ച സംസ്ഥാനങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്മോളർ സ്റ്റേറ്റ്സിൽ നിന്ന് നാഗാലാൻഡ്, ത്രിപുര എന്നിവയാണ്. അതായത് സ്മോളർ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ 50 ലക്ഷത്തിൽ കുറഞ്ഞ സ്റ്റേറ്റ്സിനെയാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ നാഗാലാൻഡ്, ത്രിപുര എന്നിവ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി 50 ലക്ഷത്തിലധികം പോപ്പുലേഷനുള്ള ലാർജർ സ്റ്റേറ്റ്സിൽ ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, ഹിമാചൽ പ്രദേശ് എന്നിവയാണ് നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാമിൽ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ്. അതുപോലെ ബെസ്റ്റ് പെർഫോമിംഗ് യൂണിയൻ ടെറിട്ടറീസ്, മികച്ച കേന്ദ്രഭരണ പ്രദേശങ്ങൾ ദാദ്ര ആൻഡ് നാഗർ ഹവേലിയും ഡാമൻ ആൻഡ് ഡിയുമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. സ്മോളർ സ്റ്റേറ്റ്സിൽ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാമിൽ സ്മോളർ സ്റ്റേറ്റ്സിൽ നാഗാലാൻഡ്, ത്രിപുര എന്നിവ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ്. ലാർജർ സ്റ്റേറ്റ്സിൽ ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, ഹിമാചൽ പ്രദേശ് എന്നിവ. യൂണിയൻ ടെറിട്ടറീസിൽ ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു. According to the Food Safety Index 2019-20 by FSSAI, which state has secured the first place in large states category? FSSAIയുടെ ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് 2019-20 വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയത്. അപ്പോൾ ഈ ഇൻഡെക്സിൽ വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയത് ഗുജറാത്താണ്. സ്മോൾ സ്റ്റേറ്റ്സ് കാറ്റഗറി ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയത് ഗോവയും. യൂണിയൻ ടെറിട്ടറീസ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നാമതെത്തിയത് ചണ്ഡീഗഡുമാണ്. The state which has won the E-Panchayat Puraskar 2020 by the Ministry of Panchayati Raj. കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിന്റെ ഈ പഞ്ചായത്തി രാജ് പുരസ്കാരം നേടിയ സംസ്ഥാനം. ഇതിൽ കാറ്റഗറി 1-ൽ ഹിമാചൽ പ്രദേശാണ് ഈ പഞ്ചായത്തി രാജ് പുരസ്കാരം നേടിയത്. കാറ്റഗറി 2A-യിൽ മധ്യപ്രദേശ്, കാറ്റഗറി 2B-യിൽ കർണാടക എന്നിവയാണ് ഈ പഞ്ചായത്തി രാജ് പുരസ്കാരം നേടിയത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. കാറ്റഗറി 1 ഹിമാചൽ പ്രദേശ്, കാറ്റഗറി 2A മധ്യപ്രദേശ്, കാറ്റഗറി 2B കർണാടക. The committee constituted by the Ministry of Home Affairs to look into the welfare of freedom fighters. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ക്ഷേമത്തെപ്പറ്റി പഠിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഹോം അഫയേഴ്സ് G. കിഷൻ റെഡ്ഡിയാണ് ഈ കമ്മിറ്റിയുടെ തലവൻ. കിഷൻ റെഡ്ഡിയും ഇന്ത്യയിൽ നിന്നുള്ള 9 ഫ്രീഡം ഫൈറ്റേഴ്സുമാണ് ഈ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. Which Indian has won the Peace Prize of the German Book Trade in 2020? 2020 പീസ് പ്രൈസ് ഓഫ് ദി ജർമ്മൻ ബുക്ക് ട്രേഡ് നേടിയ ഇന്ത്യൻ അമർത്യ സെന്നിനാണ് 2020 പീസ് പ്രൈസ് ഓഫ് ദി ജർമ്മൻ ബുക്ക് ട്രേഡ് ലഭിച്ചത്. The behavior change campaign launched by Niti Aayog to help people follow norms to contain the spread of COVID-19. COVID-19 വ്യാപനം തടയുന്നതിനായി പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി നീതി ആയോഗ് ആരംഭിച്ച ബിഹേവിയർ ചേഞ്ച് ക്യാമ്പയിൻ നാവിഗേറ്റിംഗ് ദി ന്യൂ നോർമൽ എന്നാണ് ഈ ക്യാമ്പയിൻ്റെ പേര്. According to the World Investment Report 2020 by UNCTAD, that is UN Conference on Trade and Development, India's position among the world's largest FDI recipients. UNCTAയുടെ വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ട് 2020 പ്രകാരം FDI സ്വീകരിച്ച ലോകങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 9ാം സ്ഥാനമാണ് 2019 ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്കുള്ളത്. 2018 12ാം പൊസിഷനിലായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. വാട്ട് ഈസ് ഇന്ത്യസ് റാങ്ക് ഓൺ IMD's വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ്? IMDയുടെ വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 43ാം റാങ്കാണ് ഇന്ത്യക്ക് ഈ ഇൻഡെക്സിൽ ലഭിച്ചത്. ഇതിൽ ഫസ്റ്റ് റാങ്ക് സിംഗപ്പൂരിനാണ്. വാട്ട് ഈസ് ഇന്ത്യസ് റാങ്ക് ഇൻ ദി റൂൾ ഓഫ് ലോ ഇൻഡെക്സ് 2020 പ്രിപ്പയർഡ് ബൈ ദി വേൾഡ് ജസ്റ്റിസ് പ്രോജക്ട്, ദാറ്റ് ഈസ് WJP.
2020 വേൾഡ് ജസ്റ്റിസ് പ്രോജക്റ്റിന്റെ റൂൾ ഓഫ് ലോ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. 69ാം റാങ്കാണ് റൂൾ ഓഫ് ലോ ഇൻഡെക്സിൽ ഇന്ത്യക്ക് ലഭിച്ചത്. ഇതിൽ ഫസ്റ്റ് റാങ്ക് ഡെൻമാർക്കിനാണ്. വാട്ട് ഈസ് ഇന്ത്യസ് റാങ്ക് ഇൻ ടേംസ് ഓഫ് മണി പാർക്ക്ഡ് ബൈ ഇറ്റ്സ് സിറ്റിസൺസ് ആൻഡ് എന്റർപ്രൈസസ് വിത്ത് സ്വിസ് ബാങ്ക് ഇൻ 2019? 2019 സ്വിസ് ബാങ്ക് നിക്ഷേപത്തിൽ ഇന്ത്യയുടെ സ്ഥാനം. 77ാം സ്ഥാനമാണ് 2019 സ്വിസ് ബാങ്ക് നിക്ഷേപത്തിൽ ഇന്ത്യയുടേത്. ഇതിൽ ടോപ്പ് പൊസിഷൻ യുകെക്കാണ്. വാട്ട് ഈസ് ഇന്ത്യസ് റാങ്ക് ഇൻ ദി എൻവിറോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ് 2020? എൻവിറോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ് 2020 ഇന്ത്യയുടെ റാങ്ക് 168ാം റാങ്കാണ് ഈ ഇൻഡെക്സിൽ ഇന്ത്യക്ക് ലഭിച്ചത്. ഇതിൽ ഫസ്റ്റ് റാങ്ക് ഡെൻമാർക്കിനാണ്. Which state in India has become the first in the country to receive ISO certification for tribal hostels? ഇന്ത്യയിൽ ആദ്യമായി ട്രൈബൽ ഹോസ്റ്റലുകൾക്ക് ISO അംഗീകാരം ലഭിച്ച സംസ്ഥാനം. ഒഡീസയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ട്രൈബൽ ഹോസ്റ്റലുകൾക്ക് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. The portal launched by the Mines Ministry to promote research and development in the mining and minerals sector. ഖനന വ്യവസായ മേഖലയുടെ ഉന്നമനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടൽ. സത്യഭാമ എന്നാണ് ഈ പോർട്ടലിന്റെ പേര്. അതായത് ഇതിന്റെ ഫുൾ ഫോം സയൻസ് ആൻഡ് ടെക്നോളജി യോജന ഫോർ ആത്മനിർഭർ ഭാരത് ഇൻ മൈനിങ് അഡ്വാൻസ്മെന്റ് എന്നാണ്. ഇതിൽ ലോഞ്ച് ചെയ്തത് യൂണിയൻ മിനിസ്റ്റർ ഫോർ കോൾ, മൈൻസ് ആൻഡ് പാർലമെന്ററി അഫയേഴ്സ് ആയ പ്രഹ്ലാദ് ജോഷിയാണ്. അപ്പോൾ സത്യഭാമ എന്നാണ് പോർട്ടലിന്റെ പേര്. ഫുൾ ഫോം സയൻസ് ആൻഡ് ടെക്നോളജി യോജന ഫോർ ആത്മനിർഭർ ഭാരത് ഇൻ മൈനിങ് അഡ്വാൻസ്മെന്റ്. Who has been appointed as the chairman of Indian Financial Technology and Allied Services, that is IFTAS? IFTASന്റെ പുതിയ ചെയർമാൻ ആയി നിയമിതനായത് ടി രവിശങ്കറാണ്. IFTASന്റെ പുതിയ ചെയർമാൻ. അതുപോലെ ഇതിന്റെ CEO ആയി നിയമിതനായത് ഡോക്ടർ എൻ രാജേന്ദ്രനാണ്. സുരക്ഷാ സാലറി അക്കൗണ്ട് ഫോർ MSMEs വാസ് ലോഞ്ച്ഡ് ബൈ. MSMEകൾക്കായി സുരക്ഷാ സാലറി അക്കൗണ്ട് ആരംഭിച്ച സ്ഥാപനം എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് ആണ്. MSMEകൾക്ക് വേണ്ടി സുരക്ഷാ സാലറി അക്കൗണ്ട് ആരംഭിച്ചത്. The first construction sector organization in India to go fully digital. സമ്പൂർണ്ണമായി ഡിജിറ്റലാക്കിയ ഇന്ത്യയിലെ ആദ്യ നിർമ്മാണ മേഖലാ സ്ഥാപനം നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് NHAI ആണ് ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണമായി ഡിജിറ്റലാക്കിയ കൺസ്ട്രക്ഷൻ സെക്ടർ ഓർഗനൈസേഷൻ. The Indian American who has won the World Food Prize in 2020. 2020 വേൾഡ് ഫുഡ് പ്രൈസിന് അർഹനായ ഇന്ത്യൻ അമേരിക്കൻ സോയിൽ സയന്റിസ്റ്റായ രത്തൻ ലാലിനാണ് 2020 വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചത്. Who has been appointed as the next ambassador of India to the Republic of Zimbabwe? സിംബാബ്വേയിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ വിജയ് കണ്ടൂജ ആണ് സിംബാബ്വേയിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ. Who has been appointed as the next ambassador of India to the Republic of Philippines? ഫിലിപ്പൈൻസിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് ശംഭു എസ് കുമാരനാണ് ഫിലിപ്പൈൻസിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ. Who has been appointed as the next ambassador of India to Romania? റൊമാനിയയിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ രാഹുൽ ശ്രീവാസ്തവയാണ് റൊമാനിയയിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ. Which two countries will host the 2023 FIFA Women's World Cup? 2023 ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിൽ വെച്ചായിരിക്കും 2023 ഫിഫ വനിതാ ലോകകപ്പ് നടക്കുക. Which country will host the Asian Youth Para Games in 2021? 2021 ഏഷ്യൻ യൂത്ത് പാരാ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ബഹ്റിനിലായിരിക്കും 2021 ഏഷ്യൻ യൂത്ത് പാരാ ഗെയിംസ് നടക്കുക. Who has been elected as the president of 75th UN General Assembly? 75ാമത് UN പൊതുസഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? വോൾക്കൻ ബോസ്കിറാണ് 75ാമത് UN ജനറൽ അസംബ്ലിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വേൾഡ്സ് ഫസ്റ്റ് യോഗ യൂണിവേഴ്സിറ്റി ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് നിലവിൽ വന്ന ലോകത്തിലെ ആദ്യത്തെ യോഗ യൂണിവേഴ്സിറ്റി US ലോസ് ഏഞ്ചലസിലാണ് ഇന്ത്യക്ക് പുറത്ത്
ആദ്യമായി ഒരു യോഗ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ ഡോക്ടർ HR നാഗേന്ദ്രയാണ്. വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ആയി ആചരിക്കുന്നത് എന്ന്. ജൂൺ 7-നാണ് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായി ആചരിക്കുന്നത്. 2020 ഈ ദിവസത്തിന്റെ തീം ഫുഡ് സേഫ്റ്റി എവ്രിവൺസ് ബിസിനസ് എന്നതാണ്. വേൾഡ് ഓഷ്യൻ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ. ലോക സമുദ്ര ദിനം ആയി ആചരിക്കുന്നത് എന്ന്. ജൂൺ 8-ാണ് വേൾഡ് ഓഷ്യൻ ഡേ അഥവാ ലോക സമുദ്ര ദിനം ആയി ആചരിക്കുന്നത്. 2020 ഈ ദിവസത്തിന്റെ തീം ഇന്നവേഷൻ ഫോർ എ സസ്റ്റൈനബിൾ ഓഷ്യൻ എന്നതാണ്. വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ. ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത് എന്ന്. ജൂൺ 14-ാണ് വേൾഡ് ബ്ലഡ് ഡോണർ ഡേ. ഇപ്പം എല്ലാ വർഷവും ഇത് ആചരിക്കുമ്പോൾ ഒരു തീമും ഒരു സ്ലോഗനും ഉണ്ടായിരിക്കും. ഈ വർഷത്തെ തീം സേഫ് ബ്ലഡ് സേവ്സ് ലൈവ്സ് എന്നതാണ്. സ്ലോഗൻ ഗീവ് ബ്ലഡ് ആൻഡ് മേക്ക് ദി വേൾഡ് എ ഹെൽത്തിയർ പ്ലേസ് എന്നതാണ്. നാഷണൽ റീഡിംഗ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ. വായനാ ദിനമായി ആചരിക്കുന്നത്. ജൂൺ 19-ാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. ഫാദർ ഓഫ് ലൈബ്രറി മൂവ്മെന്റ് ഇൻ കേരള, അതായത് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19-ാം. അന്നാണ് കേരളത്തിൽ മാത്രമല്ല രാജ്യമൊട്ടാകെ വായനാ ദിനമായി ആചരിക്കുന്നത്. അതുപോലെ ജൂൺ 19 മുതലുള്ള ഒരാഴ്ച വായനാ വാരമായിട്ടും ആചരിക്കുന്നു. വേൾഡ് റെഫ്യൂജി ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ. ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നത് എന്ന്. ജൂൺ 20-നാണ് വേൾഡ് റെഫ്യൂജി ഡേ അഥവാ ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നത്. 2020 തീം എവരി ആക്ഷൻ കൗണ്ട്സ് എന്നതാണ്. ഇന്റർനാഷണൽ യോഗ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ. അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നത്. ജൂൺ 21-നാണ് അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നത്. 2020 ഇന്റർനാഷണൽ യോഗ ഡേ തീം യോഗ ഫോർ ഹെൽത്ത്, യോഗ അറ്റ് ഹോം എന്നാണ്. UN പബ്ലിക് സർവീസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ. UN പബ്ലിക് സർവീസ് ദിനമായി ആചരിക്കുന്നത് എന്ന്. ജൂൺ 23-നാണ് UN പബ്ലിക് സർവീസ് ദിനമായി ആചരിക്കുന്നത്. ഇതിൽ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഐക്യരാഷ്ട്രസഭയുടെ ചർച്ചയിൽ സംസാരിച്ച ഏക ഇന്ത്യൻ വനിത കേരളത്തിന്റെ ഹെൽത്ത് മിനിസ്റ്ററായ KK ശൈലജ ആയിരുന്നു. കേരളത്തിലെ COVID-19 പ്രതിരോധങ്ങളെ പറ്റിയാണ് ഹെൽത്ത് മിനിസ്റ്റർ സംസാരിച്ചത്. International Day Against Drug Abuse and Illicit Trafficking, that is World Drug Day, is celebrated on. ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്ന്. ജൂൺ 26-നാണ് ലോക ലഹരി വിരുദ്ധ ദിനമായി എല്ലാ വർഷവും ആചരിക്കുന്നത്. 2020 ഈ ദിവസത്തിന്റെ തീം ബെറ്റർ നോളജ് ഫോർ ബെറ്റർ കെയർ എന്നാണ്. അയർലൻഡ്സ് ന്യൂ പ്രൈം മിനിസ്റ്റർ. അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി മൈക്കൽ മാർട്ടിനാണ് അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി. ഹു ഹാസ് ബീൻ സ്വർൺ ഇൻ ആസ് ദി പ്രസിഡന്റ് ഓഫ് മലാവി. മലാവിയുടെ രാഷ്ട്രപതിയായി അധികാരമേറ്റത് ലസാരസ് ചക്വേരയാണ് മലാവിയുടെ രാഷ്ട്രപതിയായി അധികാരമേറ്റത്. ദി ഫസ്റ്റ് യൂറോപ്യൻ കൺട്രി ടു ഹോൾഡ് പാർലമെന്ററി ഇലക്ഷൻസ് സിൻസ് ദി ഔട്ട്ബ്രേക്ക് ഓഫ് COVID-19 പാൻഡമിക്. COVID-19 വ്യാപനമുണ്ടായതിനു ശേഷം തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ യൂറോപ്യൻ രാജ്യം. സെർബിയയിലാണ് COVID-19 വ്യാപനത്തിന് ശേഷം ആദ്യമായി പാർലമെന്ററി ഇലക്ഷൻസ് നടന്നത്. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ വ്യൂച്ചിച്ച് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.